ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ ബി.ജെ.പി കേരളത്തിൽ നിന്നും പിൻവാങ്ങേണ്ടി വരുമെന്ന് തവനൂർ എം.എൽ.എ. ഡോക്ടർ കെ.ടി. ജലീൽ. സർവേ റിപ്പോർട്ടുകളിൽ ബി.ജെ.പി സീറ്റുകൾ നേടുമെന്നത് പർവ്വതീകരിച്ച കണക്കുകൾ മാത്രമാണെന്നും എം.എൽ.എ. പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുന്നതോടെ ബി.ജെ.പി പൂർണ്ണമായും കേരളത്തിൽ നിന്നും പിൻവാങ്ങേണ്ടി വരുമെന്ന് തവനൂർ എം.എൽ.എ. കെ.ടി. ജലീൽ. പുറത്തുവരുന്ന സർവേ ഫലങ്ങൾ പർവ്വതീകരിച്ചവ മാത്രമാണ്. പുറത്തുവരുന്ന കണക്കുകൾ പലതും സത്യമല്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സർവേ ഫലങ്ങൾ പലതും തെറ്റാണെന്ന് തെളിഞ്ഞതാണ്. ഇടതുപക്ഷത്തിനെതിരായി വന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ പലതും തെറ്റാണെന്ന് പിന്നീട് ജനങ്ങൾക്ക് മനസ്സിലായി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഉൾപ്പെടെ ഇതുപോലെ എക്സിറ്റ് ഫലങ്ങൾ ഇടതുപക്ഷത്തിന് എതിരായിട്ട് വന്നിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ അവയെല്ലാം ഓരോ എക്സിറ്റ് പോളുകൾ നടത്തിച്ചവരുടെ താല്പര്യങ്ങൾക്കനുസൃതമായിട്ടാണ് അവർ ഫലങ്ങൾ ഉണ്ടാക്കിയത് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു. അപ്പോൾ എക്സിറ്റ് പോൾ എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാവുന്ന ആശ്രയിക്കാവുന്ന ഒരു കാര്യമാണ് എന്ന് തോന്നുന്നില്ല. കേരളത്തിൽ ഇത്തവണ യു.ഡി.എഫും എൽ.ഡി.എഫും ഒപ്പത്തിനൊപ്പം സീറ്റുകൾ നേടും. പൊന്നാനിയിലും മലപ്പുറത്തും വലിയ തോതിൽ വോട്ടുകൾ നേടുമെന്നും ജലീൽ കൂട്ടിച്ചേർത്തു. 50,000 വോട്ടുകളുടെ വ്യത്യാസം മാത്രമാണ് പൊന്നാനിയിൽ യു.ഡി.എഫ് നേടുന്നത്. പൊന്നാനിയിൽ ഇടതുപക്ഷത്തിന് അപ്രാപ്യമായ ഒന്നുമില്ലെന്നും കെ.ടി. ജലീൽ പറഞ്ഞു. പൊന്നാനിയിൽ പൊളിറ്റിക്കലായിട്ട് യു.ഡി.എഫും എൽ.ഡി.എഫും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 50,000 വോട്ടാണ്. ആ 50,000 വോട്ട് 25,000 ഇപ്പോഴത്തെ മന്ത്രി അബ്ദുറഹിമാൻ നേരത്തെ പൊന്നാനി പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച ഘട്ടത്തിൽ താഴുകയുണ്ടായി. അപ്പോൾ ഈ പൊന്നാനി മണ്ഡലം ഇടതുപക്ഷത്തിന് അപ്രാപ്യമായിട്ടുള്ള ഒന്നല്ല.